ആസ്പിരൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. അപ്പോൾ എക്സാം സീസൺ ഇതാ തുടങ്ങിക്കഴിഞ്ഞു. SBI ക്ലർക്കിന്റെ എക്സാം എന്നാണ് എന്നുള്ള ആശങ്കയായിരിക്കും നിങ്ങൾക്ക്. 13,000-ഓളം വേക്കൻസിയോടെ കഴിഞ്ഞ വട്ടം വന്ന നോട്ടിഫിക്കേഷൻ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവോ വേക്കൻസി എന്നൊക്കെയാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്, കേൾക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരുടെയും ചോദ്യം എന്താണ്? വെൻ ഈസ് ദ നെക്സ്റ്റ് ക്ലർക്ക് എക്സാം അല്ലെ? എപ്പോഴാണ് അടുത്ത SBI ക്ലർക്ക് എക്സാം? ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ടോ? കഴിഞ്ഞ വട്ടം എനിക്ക് തോന്നുന്നു 13,000 സംതിങ്, ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട് നമ്പർ, പക്ഷെ 13,000-ഓളം വേക്കൻസീസ് കഴിഞ്ഞ തവണ നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. ഇത്തവണ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും വേക്കൻസീസ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം അല്ലെ? അതിൽ കൂടുതൽ വേക്കൻസീസ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ടൈമാണിത്. അപ്പോൾ പ്രിപ്പറേഷൻ ഒന്നും തുടങ്ങിയിട്ടില്ലെങ്കിൽ ഉടനെ തുടങ്ങാം. ഇനി സൈലത്തിനടുത്ത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ SBI IBPS ടാർഗറ്റ് ബാച്ച് ഓൺലൈൻ ബാച്ചാണ്, ബേസ് ടു അഡ്വാൻസ് കവർ ചെയ്യാം. ഇപ്പോഴും അഡ്മിഷൻസ് ഓപ്പൺ ആണ്, ഉറപ്പായിട്ട് അഡ്മിഷൻ എടുക്കാം. അതേസമയം ഓഫ്ലൈൻ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പഠിക്കാനായിട്ട് വെസ്റ്റ് ഹിൽ ക്യാമ്പസിൽ ഈ വരുന്ന 23 ജൂലൈ മുതൽ 10 ദിവസത്തെ ഫ്രീ ക്ലാസ്സോട് കൂടി നമ്മുടെ ബാങ്ക് എക്സാം സീസണിന്റെ ബേസ് ടു അഡ്വാൻസ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ടോപ്പ് ബാങ്ക് എക്സാംസ്, നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് അതിന് ആദ്യം ഞാനൊരു കാര്യം, നമ്മൾ ഏതൊരു ബാങ്ക് എക്സാം എഴുതിയാലും നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു ഡയലോഗാണ്, അയ്യോ ഭയങ്കര സ്ട്രെസ്സാണ്, പ്രഷറാണ്, അതാണ് ഇതാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഏത് ജോലിക്കാണ് സ്ട്രെസ്സും പ്രഷറും ടെൻഷനും ഒന്നും ഇല്ലാത്തത്? നമ്മൾ നന്നായി ജോലി ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും. നല്ല അലവൻസും ജോബ് സെക്യൂരിറ്റിയും കരിയർ ഗ്രോത്തും പ്രമോഷൻസും നല്ല രീതിക്കുള്ള ശമ്പളവും കിട്ടുന്ന ഒരു ജോബാണ് ശരിക്കും ബാങ്ക് അല്ലെ? ബാങ്കിലെ ജോലി എന്ന് പറയുന്നത്. മാത്രമല്ല അതിനൊക്കെ ഉപരി അതൊരു സർവീസ് കൂടെയാണ്, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തൊരു സർവീസ് കൂടിയാണ് ഈ ബാങ്ക് ഉദ്യോഗം എന്ന് പറയുന്നത്. ലിറ്ററലി പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നില്ല, ഒരുപാട് ആളുകൾക്ക് ബാങ്ക് എന്താണെന്നോ അല്ലെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടെ അറിവുണ്ടെന്ന് പറയാം, എന്നാലും ഈ ബാങ്കിലെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാത്ത ഒരുപാട് ജനങ്ങളുണ്ട്. അവരെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു പൊസിഷനിലേക്ക് വന്നാൽ. അപ്പൊ ബാങ്ക് ജോലി എന്ന് പറയുന്നത് ശരിക്കും ഒരു സർവീസ് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു സർവീസിലേക്കാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാം മാറ്റിവെച്ച് നിങ്ങളുടെ ആ ഒരു ഡ്രീമിലേക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ ജോബ് സെക്യൂരിറ്റി, സാലറി, വർക്ക് ലൈഫ് ബാലൻസ്, പ്രൊമോഷൻ, കരിയർ ഗ്രോത്ത്, സ്റ്റേറ്റസ് ആൻഡ് റെസ്പെക്ട്, ഇതെല്ലാം ബാങ്ക് എക്സാം എഴുതി ക്രാക്ക് ചെയ്യുന്നവരോട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് ഇപ്പം ബാങ്കിൽ ജോലി ചെയ്യുന്ന ഏതൊരാളോടും ചോദിച്ചാൽ അവർ പറയും ജോലിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് ഏതൊരു ജോലിക്കും ഉള്ളതുപോലെ ഈ ജോലിക്കും ഉണ്ടാവും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു വർക്ക് ലൈഫ് ബാലൻസും ഒരു സ്റ്റേറ്റസും ഒരു ഗ്രോത്തും പ്രൊമോഷനും. ഇപ്പൊ SBI POയുടെ അലവൻസുകൾ എന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ, എന്തുമാത്രം അലവൻസുകളാണ്. ഫർണിച്ചർ അലവൻസ്, എന്റർടൈൻമെന്റ് അലവൻസ്, സ്പെക്ടക്കിൾ അലവൻസ്, മൊബൈൽ അലവൻസ്, ന്യൂസ് പേപ്പർ അലവൻസ്, പെട്രോൾ അലവൻസ്, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, കയ്യിൽ എണ്ണിയാൽ ഒതുങ്ങാൻ അത്രയും അലവൻസുകളുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി. അപ്പൊ അത്രയും നല്ലൊരെണ്ണം നമ്മൾ മിസ്സാക്കണം. അതുകൊണ്ട് തന്നെ SBIയുടെ POയുടെ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ്. 21 മുതൽ 30 വയസ്സുള്ളവർക്ക് 85 മുതൽ 1 ലക്ഷം വരെ സാലറി ഉണ്ട്. മാത്രമല്ല പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും ഒപ്പം ഗ്രൂപ്പ് ഡിസ്കഷനും സൈക്കോമെട്രിക് ടെസ്റ്റും ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. അറ്റംപ്റ്റുകൾ മെയിൻസിന്റെയാണ് ഞാൻ കൊടുത്തേക്കണേ. ജനറൽ EWSന് 4, ജനറൽ PWD EWS PWD ആണെങ്കിൽ 7, OBCക്ക് 7, OBC PWD ആണെങ്കിൽ 7, SC ST or SC ST PWDക്ക് നോ റെസ്ട്രിക്ഷൻസ്. അത് മെയിൻസിന്റെ കാര്യത്തിൽ അറ്റംപ്റ്റിന്റെ ലിസ്റ്റ് ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വട്ടത്തെയും ഈ വട്ടത്തെയും നോട്ടിഫിക്കേഷനും വേക്കൻസിയും വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം ഒരു പവർഫുൾ പോസ്റ്റ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള വേക്കൻസി തന്നെയുണ്ട്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു കാൻഡിഡേറ്റിനും സുഖമായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലെ? സോ SBI PO കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ SBI ക്ലർക്കിലേക്ക് വരാം. നമ്മുടെ ചോദ്യം തന്നെ അതായിരുന്നല്ലോ, എപ്പോഴാണ് അടുത്ത SBI ക്ലർക്കിന്റെ എക്സാം? ഗ്രാജുവേഷൻ ഉണ്ടോ? ഏതൊരു ഡിസിപ്ലിനും ആയിക്കോട്ടെ, ഗ്രാജുവേഷൻ ഉണ്ടോ ഉറപ്പായിട്ട് അറ്റൻഡ് ചെയ്യാം. 20-നും 28-നും ആണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് വരുന്നത്. വേക്കൻസി കഴിഞ്ഞ വട്ടം ലാസ്റ്റ് ഇയർ 13,000 പ്ലസ് ആണെങ്കിൽ ഇത്തവണ അതിനേക്കാൾ കൂടുതൽ ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്രോക്സിമേറ്റ് സാലറി 46,000 രൂപ മുതൽ മുകളിലേക്കാണ്. സോ നല്ല സാലറി ഉണ്ട്. പ്രിലിംസും മെയിൻസും മാത്രം എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ ഇന്റർവ്യൂവിനെ ഒന്നും പേടിക്കേ വേണ്ട. അപ്പൊ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് SBI ക്ലർക്ക് എന്ന് പറയുന്നത്. അപ്പോ ഡേറ്റിലേക്ക് വന്നാലോ? SBI POയുടെ പ്രിലിംസ് 2-4 ഓഗസ്റ്റ് 2025, SBI PO മെയിൻസ് സെപ്റ്റംബറിലുമാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതേ ഒരു ഇതിൽ തന്നെ കഴിഞ്ഞ വർഷം നടന്നതും ഈ വർഷത്തെ ഒരു വേ ഓഫ് നോട്ടിഫിക്കേഷന്റെ ആ ഒരു രീതിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ ഓഗസ്റ്റ് ഒരു സെക്കൻഡ് വീക്കോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് വീക്കോ ഫസ്റ്റ് വീക്കോട് കൂടി നമുക്ക് ഓഗസ്റ്റിൽ തന്നെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ നമുക്ക് സെപ്റ്റംബറിലേക്ക് ക്ലർക്കിന്റെ പ്രിലിംസ് ഉറപ്പായിട്ടും ഉണ്ടാവും. അതായത് ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും ഉണ്ട് 2 മാസം. ആ 2 മാസം കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായും പ്രിലിംസും മെയിൻസും ക്രാക്ക് ചെയ്ത് SBI ക്ലർക്കായിട്ട് ജോലി ചെയ്യാൻ പറ്റും. കാരണം ഇത്തവണ ഹ്യൂജ് വേക്കൻസി ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. സോ പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഗൈസ് തുടങ്ങുക. ഇറ്റ്സ് നോട്ട് ലേറ്റ്.
ഓക്കെ, ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോ ഇത് മാത്രമല്ല, എന്നോട് ഞാൻ വേറെയും 2 എക്സാംസിന്റെ ഡേറ്റ് കൂടെ പറയാമെന്ന് ചോദിച്ചു. അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി IBPSന്റെ POയുടെ പ്രിലിംസിന്റെ ഡേറ്റ് 17, 23, 24 ഓഗസ്റ്റ്. PO മീൻസ് 12 ഒക്ടോബർ ആണ്. ക്ലർക്കിന്റെ പ്രിലിംസ് 4, 5, 11 ഒക്ടോബറും ക്ലർക്കിന്റെ മെയിൻസ് 29 നവംബറും ആണ്. അതുപോലെ തന്നെ RRB POയുടെ പ്രിലിംസ് 22, 23 നവംബർ, POയുടെ മെയിൻസ് 28 ഡിസംബർ, ക്ലർക്കിന്റെ പ്രിലിംസ് 6, 7, 13 ഡിസംബർ, ക്ലർക്കിന്റെ മെയിൻസ് 1 ഫെബ്രുവരി 2026. ഇത് ഞാൻ എക്സ്ട്രാ ഒരു ഇൻഫർമേഷൻ പോലെ ആഡ് ചെയ്തേ ഉള്ളൂ. വരാൻ പോകുന്ന അടുത്ത ബാങ്ക് എക്സാമുകളുടെ ഡേറ്റുകളാണ്. ഒരു ഡയറി എടുക്കുക, ഇതെല്ലാം അങ്ങോട്ട് എഴുതി വെക്കുക, എന്നിട്ട് അതിന് വേണ്ടി പ്രിപ്പറേഷൻ ഇപ്പോഴേ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്ലർക്കിന്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ, നമുക്ക് എപ്പോൾ പ്രതീക്ഷിക്കാം? സെപ്റ്റംബറിലേക്ക് പരീക്ഷയും ഓഗസ്റ്റിൽ നോട്ടിഫിക്കേഷനും. നോട്ടിഫിക്കേഷൻ ഉറപ്പ് പറയുന്നു, നമ്മൾ ഡിസപ്പോയിന്റ് ചെയ്യത്തില്ല. നല്ല വേക്കൻസിയോടുകൂടി ആയിരിക്കും ഇത്തവണത്തെ SBI ക്ലർക്കും വരാൻ പോകുന്നത്, നമുക്ക് വിശ്വസിക്കാം. ഒരുമിച്ച് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒപ്പം തന്നെ നന്നായി പഠിച്ച് വരാൻ പോകുന്ന എക്സാംസ് ക്രാക്ക് ചെയ്യാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.